മോർണിംഗ് മോർണിംഗ്. ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെ. ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെയാണ്. ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും അത് പ്രോബ്ലങ്ങളായോ വലിയ ഇഷ്യൂസായോ തോന്നുന്നുവെങ്കിൽ അത് ആ ഇഷ്യൂസ് വലുതായതുകൊണ്ടല്ല എന്നാണ് ചിന്തിക്കേണ്ടത്. അതിനേക്കാളും വലിയ ഇഷ്യൂസ് ഒന്നുമല്ല ആ കാര്യങ്ങൾ അതെല്ലാം പാർട്ട് ഓഫ് ലൈഫാണ്. അതെന്ത് തന്നെയാകട്ടെ. കാരണം അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൂളായി ഫേസ് ചെയ്ത ആളുകളുണ്ട്, ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് അങ്ങനെയാണ്. ഒരു വലിയ പ്രശ്നം നേരിടുകയാണ് എന്നുള്ള ആ സ്വയം ബോധ്യപ്പെടുത്താനും അത് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താനും അതിൽ നിന്ന് കിട്ടുന്ന സഹതാപങ്ങൾ പല പല കാര്യങ്ങളുണ്ടാകാം. അതൊക്കെ സ്വയം ചിന്തിക്കുക. അതായത് അത് എന്ത് തന്നെയാകട്ടെ ഇപ്പോൾ ഒരു ഡെത്ത് ആകട്ടെ, അതായത് ഒരു മരണമാകട്ടെ, ഒരു ചതി നേരിട്ടതാകട്ടെ, വലിയ സാമ്പത്തിക പ്രതിസന്ധി ആകട്ടെ, എന്ത് തന്നെയാകട്ടെ, അതൊക്കെ ഈ ലോകത്ത് ഇന്നുവരെ ഒരാളും നേരിടാത്ത കാര്യങ്ങളൊന്നുമല്ല. ഈ ലോകത്ത് ഒരാൾ നേരിടാത്ത കാര്യങ്ങളോ നമ്മളിലാരെങ്കിലും ഈ ലോകത്തിൽ ആദ്യമായി നമ്മളിലാരെങ്കിലും നേരിടുന്ന കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് ഇഷ്യൂസും ആ ഒരു പ്രകൃതം ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. ആ പ്രകൃതം മാറ്റുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നോക്കിക്കാണാൻ കഴിയുക. എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ആയി പ്രോബ്ലമായി കാണാൻ തുടങ്ങുമ്പോൾ പിന്നെ അത് തന്നെയായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് അട്രാക്ട് ചെയ്യുക. കാരണം എന്തിലും പ്രോബ്ലങ്ങൾ കാണുമ്പോൾ പിന്നെ നമ്മളൊരു പ്രോബ്ലം മൈൻഡായി മാറുകയാണ്. ഒരിക്കലും പ്രോബ്ലം മൈൻഡഡ് ആകാതിരിക്കുക, ഓപ്പർച്യൂണിറ്റി മൈൻഡഡ് ആകുക. അതായത് ഏത് കാര്യങ്ങളും വലിയ ഇഷ്യൂ ആയി തോന്നാതിരിക്കുക. ഏത് കാര്യം വലിയ ഇഷ്യൂ ആയി തോന്നുന്നതും ചിന്തിക്കുക, അത് ആ കാര്യം വലുതായത് കൊണ്ടല്ല. അത് എന്ത് തന്നെ ആകട്ടെ, അത് കടന്നു പോയാൽ മതി. സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കുന്നു. അതേതായാലും ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമല്ലാത്തത് കൊണ്ട് അതൊരു കോമൺ ഫാക്ടറാണ്. അത് എന്ത് തന്നെയാണെങ്കിലും ഈ ഭൂമിയിലെ ഒരു കോമൺ സംഗതിയാണ്. അതിൽ വിഷമിച്ചത് കൊണ്ടോ ടെൻഷൻ അടിച്ചത് കൊണ്ടോ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യമായിട്ട് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ചിലപ്പോൾ പരിഹാരങ്ങളില്ല എന്ന് തോന്നിക്കുന്ന കാര്യമായിരിക്കാം. പരിഹാരങ്ങളില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുക, അല്ലെങ്കിൽ അത് ടെൻഷൻ അടിച്ചത് കൊണ്ട് പ്രയോജനമാകുന്നില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ പരിഹാരമില്ലാത്തൊരു പ്രോബ്ലമാണ്, ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് പരിഹാരമാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ചിന്തയിലേക്കാണ് കിടക്കേണ്ടത്. അപ്പോൾ ടെൻഷൻ അടിക്കുന്നതും പരിഹാരമല്ല, മറ്റൊരു പരിഹാരവുമില്ല എന്നത് കണ്ട് ഇനി എന്നാൽ ടെൻഷൻ അടിച്ച് കളയാം എന്ന് കരുതിയാൽ അതും പരിഹാരമല്ല. അപ്പോൾ അവിടെയും നമ്മളാൽ കഴിയുന്നത്രയും കരുത്തോടെ ജീവിച്ചു പോവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നേരിടുന്ന ഒരു കാര്യങ്ങളും ഇഷ്യൂ ആയി കാണാതിരിക്കുക. അതൊക്കെ കാര്യങ്ങൾ മാത്രമാണ്. പല മനുഷ്യരുടെയും ജീവിതത്തിൽ വരുന്ന ഈ ജീവിതത്തിൻ്റെ പ്രക്രിയയിൽ സ്വാഭാവികമായി വരുന്ന കാര്യമാണ്. അത് വലിയ ഇഷ്യൂ ആയി തോന്നിക്കുന്നുവെങ്കിൽ ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെ. അതായത് അത്തരം ഇഷ്യൂസ് എന്ത് തന്നെയാകട്ടെ മനുഷ്യൻ നേരിടുന്ന എന്ത് തന്നെ പ്രോബ്ലം ആകട്ടെ, അത്രയധികം ആളുകളൊന്നും അല്ലെങ്കിലും ഈ ലോകത്ത് പല ആളുകളുമുണ്ട്. അതൊരു ഇഷ്യൂവേ അല്ലാതെ പുഞ്ചിരിയോടെ മറികടന്നു പോകുന്ന എത്രയോ ആളുകളുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. അത് എന്ത് തന്നെയാകട്ടെ, ഇപ്പോൾ മരണമാകട്ടെ, ചീറ്റിംഗ് ആവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അതൊക്കെ കൂളായി ഫേസ് ചെയ്തുകൊണ്ട് അവനവൻ്റെ ജീവിതവുമായി അടുത്ത പരിഹാര മാർഗങ്ങളുമായി മുന്നോട്ട് പോകുന്ന അനേകരുണ്ട് ലോകത്തെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ഉറുമ്പിനാണ് ഒരു തുള്ളി വെള്ളവും പ്രളയമായി തോന്നിക്കുന്നത്. ഒരു ആനയ്ക്ക് എന്തിന്, ഒരു ആടിനോ പശുവിനോ പോലും ഒരു തുള്ളി വെള്ളം പ്രളയമായി തോന്നിക്കുന്നില്ല. അപ്പം ഇഷ്യൂസ് അല്ല, നാം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇഷ്യൂസ് കാര്യങ്ങളല്ല, ജീവിതത്തിൽ നാം നേരിടുന്ന കാര്യങ്ങളല്ല, നാം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കൂളായി നോക്കിക്കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ മാർഗമുള്ളൂ. അതല്ലാതെ അതൊന്നും അങ്ങനെയല്ല, എനിക്കതൊന്നും താങ്ങാൻ കഴിയുന്നതില്ല, കാര്യമില്ല. അത് സാമ്പത്തികമാകട്ടെ എന്ത് തന്നെയാകട്ടെ. പിന്നെ മറ്റൊന്ന്, എല്ലാ കാര്യങ്ങളിലും പ്രോബ്ലംസ് കാണാതെ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ പരിഹാരം എന്താണെന്ന് കാണാൻ ശ്രമിക്കുക. അത്തരം രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊക്കെ സിമ്പിൾ. ഇതൊന്നും ഒരു ടെക്നിക്കെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ലോഡായിട്ട് എടുക്കാതെ മെല്ലെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന കാര്യം. ഒറ്റ ചിന്ത നന്നായി ചിന്തിച്ചാൽ ഈ നിമിഷം മാറാവുന്നതേ ഉള്ളൂ. ഞാൻ മാറും, എനിക്ക് സമയം വേണം,
എനിക്ക് മനസ്സിലായെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ മാറിയാൽ മതി. അതൊക്കെ നമ്മുടെ മൈൻഡിൽ വീണ്ടും അത്തരം കാര്യങ്ങൾ കൊണ്ട് ആ സെൻറ്റിമെൻറ്റ്സിൽ അഭിരമിക്കാനുള്ള, ആ വേദനയിൽ അഭിരമിക്കാനുള്ള, അതുകൊണ്ട് കിട്ടുന്ന മറ്റുള്ളവരുടെ സഹതാപങ്ങൾ, അല്ലെങ്കിൽ അവരെ അറിയിക്കുമ്പോൾ കിട്ടുന്ന ആ സെൻറ്റി അടിക്കുന്ന സുഖം, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളാണ്, പല പല ഘടകങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ റിയലി തോന്നിക്കുന്ന വേദനയും ഉണ്ടാകാം. ആ വേദന തോന്നിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുകയാണ് ബുദ്ധി. ഒരുപക്ഷെ ഇപ്പം വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ചിലരൊക്കെ അതിലിങ്ങനെ ക്ലിഞ്ച് ചെയ്ത് ആ ചിന്തകളിൽ ഇങ്ങനെ ഒട്ടി തൂങ്ങിക്കിടക്കും. അതൊക്കെ മാറ്റിക്കൊണ്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികം തന്നെയാണ്. അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികം തന്നെയാണ്. അതിൽ ഫോക്കസ് ചെയ്ത് അത് നേടുവാനായി നമുക്കുള്ള സർവ്വശേഷികളും അതിനുപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും സമൂഹത്തിനും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളുടെ അർഹതയാണ്. അത് ലഭിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അത് ലഭിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. കൊച്ചു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ഓവർലോഡും എടുക്കാതെ അവനവനും ഉൾക്കൊള്ളാൻ കഴിയുന്ന കൊച്ചു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടാൻ കഴിയും. എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടുന്നതിനാവശ്യമായ പണവും സമ്പത്തും നേടാനും നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും സമ്പൽ സമൃദ്ധി നേടിക്കൊണ്ട് മനോഹരമായ ജീവിതം നടപ്പാക്കുവാൻ എല്ലാവർക്കും കഴിയും. അതൊക്കെ എല്ലാവരുടെയും അവകാശം തന്നെയാണ്. ഇത്തരം കൊച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും നെഗറ്റിവിറ്റിയിലേക്കും വേദനകളിലേക്കും വീണു പോകാതെ ലൈഫിൽ അത്തരം കാര്യങ്ങൾ നേരിടുമ്പോഴും ഒരു പക്ഷേ അങ്ങനെ പെട്ടെന്ന് ആ ഒരു പ്രകൃതം നമുക്ക് ആ ഒരു തുള്ളി വെള്ളത്തിനെക്കാട്ടിലും വലുതാകാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ 1-2 ദിവസം കൊണ്ടെങ്കിലും അത് മറികടന്ന് അതിൽ നിന്ന് മാറിപ്പോവുകയെങ്കിലും ചെയ്യുക. എപ്പോഴും വേദനിച്ച് സെൻറ്റി അടിച്ച് നടക്കുന്ന ആ ഒരു പ്രകൃതം മാറ്റിയിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് പേഴ്സണാലിറ്റി അവനൊക്കെ ശ്രമിക്കുക. അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അയ്യോ ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവില്ലേ, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. അതൊക്കെ അങ്ങനെയുള്ളവരും ഉണ്ടാക്കുന്നവരുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എങ്കിലും അത് നേടാനും നിലനിർത്താനും ഒക്കെ എളുപ്പമായി വരിക നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൂടെ ചിന്തിക്കുമ്പോഴാണ്. ജസ്റ്റ് ചിന്തിക്കുക, ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെ.